അടുത്ത് നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് കടക്കുകയാണ്. ഹു എമംഗ് ദ ഫോളോവിംഗ് കോൾഡ് ഇന്ത്യൻ ഫെഡറലിസം എ കോപ്പറേറ്റീവ് ഫെഡറലിസം? ഇന്ത്യൻ ഫെഡറലിസത്തെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിളിച്ചത് ആര്? കെ സി ബെർ, മോറിസ് ജോൺസ്, ഗ്രാൻവിൽ ഓസ്റ്റിൻ, ഐവർ ജെന്നിങ്സ്. ഇന്ത്യൻ ഫെഡറലിസത്തെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിളിച്ചത് ആരാണ്? സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി, ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ് കേട്ടോ. സോ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കോർഡിനേറ്റ് ആയിട്ട് കോപ്പറേറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകുക, ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് ഫെഡറലിസം. കോപ്പറേറ്റീവ് ഫെഡറലിസം ഇന്ത്യൻ ഫെഡറലിസം വിളിച്ചത് ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ് കേട്ടോ. അടുത്ത 52ാമത്തെ ക്വസ്റ്റ്യൻ. Which one among the following statement is not correct about Comptroller and Auditor General of India? Comptroller and Auditor General, അഥവാ CAG, submits his audits and reports relating to accounts of the center to the Chief Justice of Supreme Court. B. Comptroller and Auditor General of India is not eligible for further office either under the government of India or any state after he ceased to hold his office. C. Comptroller and Auditor General of India's salary and other service conditions are determined by the Parliament. D. Comptroller and Auditor General of India advises the President with regard to prescription of the form in which the accounts of the center and the state shall be kept. So, CAG-യുമായി ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? CAG-യുമായി ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സോ ഇവിടെ ഓപ്ഷൻ ബി, സി, ഡി എല്ലാം ശരിയാണ്. പക്ഷെ ഓപ്ഷൻ എ തെറ്റാണ്. കാരണം CAG റിപ്പോർട്ട് സമർപ്പിക്കുന്ന പ്രസിഡന്റിനാണ്, അതല്ല സുപ്രീം കോടതിയിലെ ജഡ്ജിനല്ല. ഓക്കെ അല്ലെ? CAG വർഷം റിപ്പോർട്ട് സമർപ്പിക്കുന്ന പ്രസിഡന്റാണ് പിന്നീട് റിപ്പോർട്ട് പാർലമെന്റിന്റെ മുന്നിൽ വെക്കേണ്ടത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത 53, ഇത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. Per incuriam judgment means judgment stands as valid precedent, partially allowed decision, having no bindings in the subsequent decision. D. Rebuttable judgment. സോ പെർ ഇൻക്യൂരിയൻ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ ഇൻക്യൂരിയൻ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോടതി ഒരു ഉത്തരവ് പറഞ്ഞു. യൂഷ്വലി ഇപ്പൊ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ ഈ വിധി പിൻകാലഘട്ടങ്ങളിലെ ഇതിലൊക്കെ ബാധകമാണ്. ഒരു കോടതി വിധി പറഞ്ഞാൽ സമാന സ്വഭാവം എല്ലാത്തിനും അത് ബാധകമാണ്. പക്ഷെ പെർ ഇൻക്യൂരിയൻ ജഡ്ജ്മെന്റ് ആണ് സുപ്രീം കോടതി നടത്തുന്നത് എങ്കിൽ ആ ഒരു സ്പെഷ്യൽ കേസിൽ മാത്രം അപ്ലിക്കബിൾ ആവുള്ളൂ, വേറെ കേസിൽ അപ്ലിക്കബിൾ ആവാൻ പാടില്ല. ഓക്കെ അല്ലെ? ഇപ്പൊ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചു സുപ്രീം കോടതി. അപ്പൊ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കാത്തത് ഭരണഘടനയുടെ വയലേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് ഇത് ശബരിമലയിൽ പ്രവേശനം നൽകി. ഓക്കെ, അപ്പൊ അത് ആ ഒരു സാഹചര്യത്തിലും അതല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ എന്താണ്, ആ വിധിക്ക് പ്രസക്തിയുണ്ട്. ഓക്കെ, ഇതേപോലെ സമാനമായിട്ടുള്ളൊരു സ്വഭാവമുള്ള കേസിലും സുപ്രീം കോടതി വിധിക്കയുടെ വാലിഡിറ്റി ഉണ്ട്. പക്ഷെ പെർ ഇൻക്യൂറിയൻ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കേസിൽ മാത്രം, ആ ഒരു കേസിൽ മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ, വേറെ കേസുകളിലൊന്നും അപ്ലിക്കബിൾ അല്ലാത്ത ജഡ്ജ്മെന്റ്. ഓക്കെ, കോടതി ഒരു കേസിൽ വിധി പറഞ്ഞു, അത് ആ കേസിൽ മാത്രമാണ് അപ്ലിക്കബിൾ, വേറെ കേസിൽ അപ്ലിക്കബിൾ അല്ല. അത്തരം ജഡ്ജ്മെന്റുകൾക്ക് പറയുന്ന പേരാണ് പെർ ഇൻക്യൂറിയം ജഡ്ജ്മെന്റ്. സോ ഓപ്ഷൻ സി, ഹാവിംഗ് നോ ബൈൻഡിങ്നെസ് ഇൻ ദ സബ്സിക്വന്റ് ഡെസിഷൻ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കുറെ ടേമുകൾ പഠിക്കാനുണ്ട് കേട്ടോ. പെർ ഇൻക്യൂറിയം പോലെയുള്ള ധാരാളം ടേംസ് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്താക്കാം, ആധികാരികമായിട്ട് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 54ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് ട്രൂ of the doctrine of necessity as applied in the administrative hearings? Administrative decisions based on sound necessity is justifiable. Necessity acts as an exception to bias. The non-application of the doctrine in certain situations would impede justice. D. It postulates that every kind of preference made in administrative decisions and its process need not vitiate an administrative action. So doctrine of necessity മായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈ ഡോക്ട്രൈൻ ഓഫ് നെസസിറ്റി പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ട്രൈൻ ആണ്. നാളെ നിങ്ങൾ സർക്കാർ ജീവനക്കാരനായ KS ഓഫീസർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡോക്ട്രൈൻ ഓഫ് നെസസിറ്റി നോക്കണം. അതായത് എല്ലാ സന്ദർഭത്തിലും നമുക്ക് നിയമം നോക്കാൻ പറ്റത്തില്ല. നമ്മൾ നിയമം നടപ്പിലാക്കേണ്ടവരാണ്, പബ്ലിക് സർവന്റ് ആയാലും നിയമം പാലിക്കേണ്ടവരാണ്, നിയമം നടപ്പിലാക്കേണ്ടവരാണ്. പക്ഷെ എല്ലാ സന്ദർഭങ്ങളിലും നിയമം നടപ്പിലാക്കാൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആംബുലൻസ് എന്ത് ചെയ്യുന്നു, വൺ വേ തെറ്റിച്ച് ഓടുന്നു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായി നമുക്ക് നിങ്ങൾ ഒരു കേസ് ഓഫീസറാണല്ലോ, ആംബുലൻസിന് ഫൈൻ ഈടാക്കാം. കാരണം എന്താ, അത് വൺ വേ തെറ്റിച്ചു. ഓക്കെ, എന്നുള്ളൊരു കാരണം തന്നെ. പക്ഷെ ആംബുലൻസ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കിയത്, വൺ വേ തെറ്റിച്ച് പോകുന്നത്. ഓക്കെ, അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ നിയമം നോക്കാൻ പറ്റില്ല. നമുക്ക് എന്താക്കണം, നിയമം അവിടെ ഒഴിവാക്കണം. ഓക്കെ, ഇപ്പൊ ഒരു കുട്ടി മോഷണം നടത്തി,
ഭക്ഷണം വിശന്നിട്ടാണ്, പട്ടിണി കിടന്നിട്ടാണ് ആ കുട്ടി മോഷണം നടത്തിയതെങ്കിൽ ആ കുട്ടി ശിക്ഷിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ മോഷണം കുറ്റകരമാണ്, പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ ആ കുട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, ശിക്ഷിക്കാൻ പാടില്ല. അപ്പൊ എല്ലാ സന്ദർഭത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നിയമം നോക്കാൻ പറ്റൂല. അപ്പൊ അത്തരം സന്ദർഭങ്ങളെയാണ്, അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട തിയറിയാണ്, ഡോക്ട്രിനാണ് ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി. മനസ്സിലായല്ലോ? അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഹിയറിംഗ്സിൽ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ശരിയാണ്, ഓപ്ഷൻ സി ശരിയാണ്, ഓപ്ഷൻ ഡി ശരിയാണ്, ഓപ്ഷൻ ബി തെറ്റാണ്. ഈ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി ആസ് എൻ എക്സെപ്ഷൻ ടു ബയാസ്. ഈ ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു മുൻവിധി ഉണ്ട്. നമ്മളിപ്പോ ഒരു ജഡ്ജ് ആയിട്ടിരിക്കുന്ന, നമ്മളിപ്പോ ഒരു ജഡ്ജാണ്. ജഡ്ജ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള മുൻവിധി ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും ആ ഒരു മനുഷ്യന്റെ മുൻവിധികൾ ഉണ്ടാവും. ചിലപ്പോൾ തന്റെ മതവുമായി ബന്ധപ്പെട്ട, തന്റെ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ജഡ്ജാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ പിന്നെ കേസിന് വന്ന പ്രതി നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് മൂപ്പരോട് എന്തുണ്ടാവും, ഒരു സിമ്പതി ഉണ്ടാവും, സ്വാഭാവികം. ഓക്കെ, അപ്പൊ അത് അയാളുടെ ബയാസ് ആണ്, നാട്ടുകാരനാണെന്നുള്ളൊരു ബയാസ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ബയാസിന്റെ എക്സെപ്ഷൻ ആണ് ഈ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഇത് ബയാസുകൾക്കും അതീതമാണ്. അതായത് ഒരു ബയാസോട് കൂടി ഇല്ലാതെ ചെയ്യണം. ബയാസോട് കൂടി എന്റെ നാട്ടുകാരായതുകൊണ്ട് അവർക്ക് പ്രത്യേക ആനുകൂല്യം കൊടുക്കരുത്. ഓക്കെ, ബയാസിന് എക്സെപ്ഷൻ എന്നല്ല, ബയാസ് ഇല്ലാതെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്, ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി ചെയ്യേണ്ടത്, സന്ദർഭം അനുസരിച്ച് ചെയ്യണം. ഓക്കെയാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന്. ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി പറ്റി നമുക്ക് എന്താക്കാം, ആധികാരികമായിട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത് question number 55. In order to form a new state, which schedule in the Indian Constitution of India needs to be amended? Second schedule, 10th schedule, third schedule, first schedule. ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കാൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളാണ് അമെൻഡ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൻസർ വരുന്നത്, ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളും 4-ാം ഷെഡ്യൂളും അമെൻഡ് ചെയ്യണം. 1-ാം ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് നെയിം ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പേര് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിലാണ്. 4-ാം ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണമാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിലും 4-ാം ഷെഡ്യൂളിലും മാറ്റം വരും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഫസ്റ്റ് ഷെഡ്യൂൾ. അടുത്ത 56ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ഓഫ് 1986, a week means a period of 7 days beginning at the midnight of Sunday, Monday, Saturday, Thursday. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം പിന്നെ ഒരു വീക്ക് എന്ന് പറയുന്നത് 7 days ആണ്. പക്ഷെ ആ വീക്ക് ആരംഭിക്കുന്നത് ഏത് അർദ്ധരാത്രിയോട് കൂടിയാണ്? സോ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം സാറ്റർഡേ മിഡ് നൈറ്റ് മുതൽ, ഓക്കെ, ശനിയാഴ്ച അർദ്ധരാത്രി മുതലാണ് ഒരു പിന്നെ വീക്ക് ആരംഭിക്കുന്നത്. സോ ഓപ്ഷൻ സി, സാറ്റർഡേ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം ഒരു വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്നു. ഓക്കെ, അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ. റിസസ് അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം മീൻസ്. ഇത്ര ഡീപ്പായിട്ട് കേട്ടില്ല, പറഞ്ഞോളൂ. ഇത്ര ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരും അല്ലേ? ഇത് കേസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനല്ല. ഓക്കെ മനസ്സിലായി. ഇമ്പോർട്ടന്റ് ആക്ട് പഠിക്കാനുണ്ട്. ഈ ഇമ്പോർട്ടന്റ് ആക്ടുകളിൽ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ റെഗുലേഷൻ ആക്ട് ഓഫ് 1986 പഠിക്കാനുണ്ട്. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നത്. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതേപോലെ കേരള പബ്ലിക് സർവീസ് ആക്ട്, അതേപോലെ തന്നെ കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ട്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ട്സ്. ഇപ്പം പുതിയ എക്സാം പാറ്റേൺ വന്നതോടുകൂടി കുറെ ആക്ടുകൾ പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ആക്ടുകളൊക്കെ നമ്മൾ ഏറെക്കുറെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, മുഹമ്മദ് സിനാൻ, ഇനിയും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ. റിസസ് അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം മീൻസ് ഇന്റർവെൽ ബിറ്റ്വീൻ prorogation of parliament and its reassembly in new session, parliament in session, adjournment of parliament, dissolution of the house. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം റിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഇന്ത്യൻ പാർലമെന്റ് യൂഷ്വലി 3 തവണ സമ്മേളിക്കാറുണ്ട്. ഒരു ബഡ്ജറ്റ് സമ്മേളനം ഉണ്ടാവും, ഒരു വിന്റർ സമ്മേളനം ഉണ്ടാവും. യൂഷ്വലി ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിലാണ് പിന്നെ ബഡ്ജറ്റ് സമ്മേളനം ഉണ്ടാവുക. പിന്നെ ഒരു മാസം ലീവ് എടുക്കും. പിന്നെ ജൂൺ മുതൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നിന്നുണ്ടാവും
മൺസൂൺ സമ്മേളനം ആരംഭിക്കും. ഇവിടെ പാർലമെന്റ് ചേരാത്ത ഒരു മാസം ഉണ്ടാകും. ഓക്കെ, ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞ് ഒരു മാസം ലീവ് എടുക്കും, പിന്നെ അടുത്ത മാസം മുതൽ എന്താക്കും, അടുത്ത സമ്മേളനം തുടങ്ങും. സോ പാർലമെന്റ് സമ്മേളിക്കാത്ത ആ ഒരു മാസത്തിന് പറയുന്ന പേരാണ് റിസസ്. പാർലമെന്റ് ചേരാത്ത സമയത്തിന് പറയുന്ന പേരാണ് റിസസ്. സോ ഇന്റർവെൽ ബിറ്റ്വീൻ പ്രോറോഗേഷൻ ഓഫ് പാർലമെന്റ്, പാർലമെന്റിന്റെ പ്രോറോഗേഷൻ ആണ് പാർലമെന്റ് സമ്മേളനം പിരിച്ചുവിടുക. അനിശ്ചിതകാല പാർലമെന്റ് പിന്നെയും സമ്മേളിക്കുക. അപ്പൊ പാർലമെന്റ് പിരിച്ചു വിട്ടിട്ട് പാർലമെന്റ് പുനഃസമ്മേളിക്കുന്നതിനിടയിലുള്ള ഒരു ഗ്യാപ്പിന് പറയുന്ന പേരാണ് റിസസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്നിട്ട് പോലെ അടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ. മാച്ച് ദ പ്രൊവിഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് ദ കൺട്രി ഫ്രം വിച്ച് ഇറ്റ് അഡോപ്റ്റഡ് ഇൻ ലിസ്റ്റ് 2. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. കൺകർ ലിസ്റ്റ് ഓസ്ട്രേലിയ. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി ജർമ്മനി. മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് അയർലാൻഡ്. റെസിഡ്യൂവൽ പവേഴ്സ് കാനഡ. അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സൗത്ത് ആഫ്രിക്ക. സെലക്ട് കറക്റ്റ് മാച്ച്. 1D 2A 3C 4B 5E. 1B 2A 3D 4E 5C. C 1A 2B 3C 4D 5E. D 1E 2D 3B 4C 5A. ബോറോവിംഗ് എലമെന്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ സാലിയന്റ് ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. കുറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി എന്തായാലും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. കൺകർ ലിസ്റ്റിന്റെ കടമെടുത്ത് എവിടുന്ന, ഇതിലായിരുന്ന കൺകർ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകർ ലിസ്റ്റ് ഇല്ല. കൺകർ ലിസ്റ്റ് നമ്മൾ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. സോ 1A ആണ്. 1A വരികയാണെങ്കിൽ നമുക്ക് എല്ലാ ഓപ്ഷനും ഒഴിവാക്കാം. A നമുക്ക് ഒഴിവാക്കാം, B നമുക്ക് ഒഴിവാക്കാം, D നമുക്ക് ഒഴിവാക്കാം. ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലെത്താം. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. കൺകർ ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതേപോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യും എന്ന് പറയുന്ന ആശയം കടമെടുത്തത് ജർമ്മനിയിൽ നിന്നാണ്. അതേപോലെ ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതി കടമെടുത്ത അയർലാൻഡിൽ നിന്നാണ്. പ്രൊസീജറി പവർ, അതായത് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകർ ലിസ്റ്റിലും പെടാത്ത പുതുതായിട്ടുള്ള സാധനം വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് റെസിഡ്യൂറി സബ്ജക്ട്. ഈ റെസിഡ്യൂറി സബ്ജക്ട് അധികാരം സെൻട്രൽ ഗവൺമെന്റിനായിരിക്കും. ആ രാഷ്ട്രം നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന അമെൻഡ് ചെയ്യുന്ന രീതി നമ്മൾ കടമെടുത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. സോ എല്ലാ പേരും ശരിയാണ്. സോ ഓപ്ഷൻ സി 1A 2B 3C 4D 5E ആണ് കറക്റ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഡിസ്കസ് ചെയ്യണം. അവിടെ നമ്മൾ ബോറോഡ് ഫീച്ചേഴ്സ് ഇൻഡെപ്തിൽ ഡിസ്കസ് ചെയ്യും. ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് അറിയാത്തവരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ക്ലാസ്സിൽ കേട്ടാൽ പൊളിറ്റിക്കൽ ക്ലാസ്സിലേക്ക് ഒരു തവണ മര്യാദക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ആധികാരികമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പൊളിറ്റി ഏറ്റവും നല്ല പുസ്തകം KS പ്രിപ്പയർ ചെയ്യേണ്ടവർ വാങ്ങേണ്ട പുസ്തകം ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്താണ്. സോ എല്ലാവരും ആ ഒരു ടെക്സ്റ്റ് വാങ്ങിയിരിക്കണം. ഓക്കെ, ഒരു 10-700 രൂപക്ക് വില വരും. പക്ഷെ ലക്ഷ്മികാന്തിന് അപ്പുറത്തേക്ക് പൊളിറ്റിന്ന് അല്ലെങ്കിൽ ഭരണഘടനയിൽ പിന്നെ ചോദ്യം പോവില്ല, ഗ്യാരണ്ടി. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത 59ാമത്തെ ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ 300A പ്രൊട്ടക്ട്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗെയിൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. Private property against legislative action but not against executive action. Private property from both executive and legislative action. D, none of the above. നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ 300A ഉള്ളത്. ഓൾറെഡി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താ ആൻസർ വരുന്നത്? ആർട്ടിക്കിൾ 300A റൈറ്റ് ടു പ്രോപ്പർട്ടിയെ പറ്റി പ്രതിപാദിക്കുന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്ഷൻ എക്സിക്യൂട്ടീവ് ആക്ഷനെതിരെ ലഭിക്കും, പക്ഷെ ലെജിസ്ലേറ്റീവ് ആക്ഷനെതിരെ ലഭിക്കില്ല. വിച്ച് മീൻസ് എന്റെ വീട് റോഡ് സൈഡിലാണ്. സോ ഗവൺമെന്റിനാണ് റോഡിന്റെ വീതി കൂട്ടാൻ വേണ്ടി എന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഗവൺമെന്റ് ഏറ്റെടുക്കണമെങ്കിൽ ഗവൺമെന്റിന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ അത് പറ്റത്തില്ല. വിച്ച് മീൻസ് ഒരു മന്ത്രിയുടെ ഒരു ഉത്തരവിലൂടെ അല്ലെങ്കിൽ ഗവർണറുടെ ഒരു ഉത്തരവിലൂടെ എന്റെ പ്രോപ്പർട്ടി ഏറ്റെടുക്കാൻ പറ്റത്തില്ല. എന്റെ പ്രോപ്പർട്ടി ഏറ്റെടുക്കണമെങ്കിൽ നിയമസഭ എന്താക്കണം? നിയമം പാസ്സാക്കണം. അപ്പൊ ഒരു നിയമത്തിന്റെ സഹായത്തോടു കൂടി റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിപ്രൈവ് ചെയ്യാം. പക്ഷെ ഒരു എക്സിക്യൂട്ടീവ് ആക്ഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡിപ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ആർട്ടിക്കിൾ 300A പ്രൊട്ടക്ട്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗെയിൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് വേഴ്സസ് ലീഗൽ റൈറ്റ്സ് എന്നൊരു ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ലക്ഷ്മികാന്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പറഞ്ഞു പോകും. അവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. X cuts a mango tree in a government land and sells the wood for money. He is liable under the Kerala Land Conservancy Act with
a fine of rupees 200 and imprisonment which may extend to 6 months. B. Damages of 3 times the value of the tree and the fine rupees 500 only. C. Damages of 3 times of the value of the tree and fine of rupees 500 or the punishment of imprisonment extending to 6 months. D. None of the above. ഇത് കേരള ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണ നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ആണ്. കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ഒരാള് സർക്കാർ ഭൂമിയിൽ നിന്നും ഒരു മാവ്, ആ മാവ് മുറിക്കുകയും ആ മാവിന്റെ തടി പൈസക്ക് വിൽക്കുകയും ചെയ്തു. സോ അദ്ദേഹത്തിന് എന്ത് ശിക്ഷയാണ് കിട്ടുക? ഒരാൾ സർക്കാർ ഭൂമിയിൽ നിന്ന് ഒരു മാവ് മുറിച്ചു, മാവിന്റെ തടികൾ പൈസക്ക് വിറ്റു. ഈ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾക്ക് എന്ത് പണിഷ്മെന്റ് ആണ് കിട്ടുക? ലാൻഡ് റിഫോംസ് ആക്ട് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കേരള ലാൻഡ് കൺസർവൻസി ആക്ട് എന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. ഈ കുറ്റകൃത്യം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ള ഫൈൻ 50 രൂപയോ 50 രൂപ മുതൽ ആ തടിക്ക് എന്ത് കോസ്റ്റ് ആണോ, എന്ത് വിലയാണോ വരിക, ആ ഒരു പണിഷ്മെന്റ് കിട്ടും. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന കറണ്ട് അഫെയർ ഉണ്ടായിരുന്നു. നമ്മുടെ വയനാട് ജില്ലയിൽ കലക്ട്രേറ്റിന്റെ ഉള്ളില് ഒരു ചന്ദനമരണ്ടായിരുന്നു. അത് കള്ളന്മാര് മുറിച്ചു കൊണ്ടുപോയി. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ചോദ്യം. അന്നത്തെ കറണ്ട് അഫെയർ കൂടിയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, സോ സർക്കാർ ഭൂമിയിൽ നിന്ന് സർക്കാർ അനുമതി ഇല്ലാതെ മരം മുറിച്ച് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പണിഷ്മെന്റ് 50 രൂപയോ 50 രൂപ മുതൽ ആ തടിക്ക് എന്ത് വിലയാണ് വരിക അതുവരെ, അല്ലെങ്കിൽ ഡാമേജിന് എന്ത് വിലയാണ് വരിക ആ ഒരു വില വരെ ഫൈൻ ലഭിക്കും. ഓക്കെ അല്ലേ? സോറി, ക്ലിയർ ആണോ? മുന്നോട്ട് പോകാം. അപ്പൊ ആക്ടുകളിൽ നിന്നൊക്കെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി ഹിസ്റ്ററിയോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ലിറ്റിൽ ബിറ്റ് ടൈറ്റ് ആയിരുന്നു. മുന്നോട്ട് പോകാം. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ടു ബിക്കം എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആർ ഷുഡ് ഹാവ് ബീൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 35 years of age, should have practiced law for not less than 5 years in any high court. D. None of the above. ഇലക്ഷൻ കമ്മീഷൻ ആവാനുള്ള യോഗ്യത എന്താണ് ഭരണഘടനാ പ്രകാരം? IAS കാരനായിരിക്കണം, 35 വയസ്സായിരിക്കണം, 5 വർഷം ഇതിൽ ഹൈക്കോടതിയിൽ ലോ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഡി. നൺ ഓഫ് ദ എബോവ്. എന്താ ഇലക്ഷൻ കമ്മീഷന്റെ യോഗ്യത ഭരണഘടനയിൽ? നൺ ഓഫ് ദ എബോവ്. ഓക്കെ, PSC ആൻസർ കീയിൽ കൊടുത്തത് ഓപ്ഷൻ സി ആണ്. പക്ഷെ ആക്ച്വലി ശരിക്കും നൺ ഓഫ് ദ എബോവ് ആണ്. ഇലക്ഷൻ കമ്മീഷന് വ്യക്തമായിട്ടുള്ള യോഗ്യത ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. ഓക്കെ, ഒരു യോഗ്യതയും പറയുന്നില്ല. സെൻട്രൽ ഗവൺമെന്റ് ഇഷ്ടമുള്ള ആളെ നോക്കാം ഇലക്ഷൻ കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. PSCയുടെ ഉത്തര സൂചിക റോങ് ആണ്. മുന്നോട്ട് പോകാം. അടുത്ത 62ാമത്തെ ക്വസ്റ്റ്യൻ. Which one of the following is not true with regard to India's reservation to the provisions of Convention on Elimination of all forms of discrimination against women? See it out. Option A, to take measures to eliminate culture-induced stereotype role of men and women. B, to take measures in changing personal laws, especially in matters of marriage, family, guardianship, etc. C, reference of dispute to International Court of Justice in case of failure of arbitration. D, to take measures to eliminate discrimination by any person, organization, or enterprise. So, C, DAO എന്ന് പറയും, that is Convention on Elimination of all forms of discrimination against women. Okay, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ, ഇത് ആക്ച്വലി UN-ന്റെ ഒരു ട്രീറ്റിയാണ്, എഗ്രിമെന്റ് ആണ്. ഇത് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് അപ്രൂവ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ താഴെ പറയുന്ന ഏതോ ഒരു കാര്യം മാത്രം ഒഴികെ ബാക്കിയെല്ലാം നടക്കും. അതേതാണ്? ഇത് ഈ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഇന്ത്യ നടപ്പിലാക്കുന്ന സമയത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻസ് എല്ലാം ഇന്ത്യയിൽ ഇല്ലാണ്ടാവും. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാമാണ് നടപ്പിലായത്. അതുമായി ബന്ധപ്പെടാത്ത ഏത്? പേഴ്സണൽ ലോസ്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു എക്സ്പ്ലനേഷൻ പഠിച്ചിട്ട് ഇതിലേക്ക് വരാം. സോ CEDAW, actually Convention on Elimination of All Forms of Discrimination Against Women, is an international treaty adopted in 1979 by United Nations General Assembly. UN General Assembly 1979 അഡോപ്റ്റ് ചെയ്ത ട്രീറ്റിയാണ് CEDAW. ഓക്കെ, സോ ഈ CEDAWയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും തടയാൻ വേണ്ടിയുള്ള ഒരു ബില്ലാണ് ആക്ച്വലി ഈ CEDAW എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
ഇത് 1981 നിലവിൽ വന്നു. പിന്നീട് 1993 ഇന്ത്യ ഇത് റാറ്റിഫൈ ചെയ്തത്. ഇന്ത്യ ഇത് അംഗീകരിച്ചത് 1993. ഇത് പ്രകാരം സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ വിധത്തിലുമുള്ള ഡിസ്ക്രിമിനേഷനും ഒക്കെ പൊളിറ്റിക്കൽ ലെവലിലുള്ള എല്ലാവിധ ഡിസ്ക്രിമിനേഷൻസും ഇന്ത്യയിൽ അവസാനിക്കുകയാണ്. ഓക്കെ, സോ അത് പ്രകാരം ഇവിടെ കറക്റ്റ് ആൻസർ PSC കൊടുത്ത് ഓപ്ഷൻ എ ആണ്. ടു ടേക്ക് മെഷേഴ്സ് ടു എലിമിനേറ്റ് കൾച്ചർ ഇൻഡ്യൂസ് സ്റ്റീരിയോ ടൈപ്പ് റോൾ ഓഫ് മെൻ ആൻഡ് വിമൺ. ഈ സാംസ്കാരികപരമായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിസ്ക്രിമിനേറ്ററി നാച്ചർ അത് ഒഴികെ ബാക്കിയല്ല. ഇപ്പൊ പേഴ്സണൽ ലോസിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള അതൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ. അതേപോലെ തന്നെ വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഈ ട്രീറ്റ് ഇന്ത്യ നടപ്പിലാക്കിയില്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് എന്താക്കാം, കേസുമായിട്ട് പോകാം. അതേപോലെ തന്നെ ഓർഗനൈസേഷനുകൾ, എന്റർപ്രൈസുകൾ, സാമൂഹിക സ്ഥാപനങ്ങൾ ഇവരൊക്കെ എന്താക്കാൻ പാടില്ല, സ്ത്രീകളെ ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒന്നാമത്തെ കാര്യം ടു ടേക്ക് മെഷേഴ്സ് ടു എലിമിനേറ്റ് കൾച്ചർ ഇൻഡ്യൂസ് സ്റ്റീരിയോ ടൈപ്പ് റോൾ ഓഫ് മെൻ ആൻഡ് വിമൺ എന്നുള്ളത് സിയുടെ സ്കോപ്പിൽ വരുന്നില്ല. സോ ഓപ്ഷൻ എ ആണ് PSCയുടെ ഉത്തര സൂചികയിൽ ആൻസറായി കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ, ക്ലിയർ? ഈ ക്വസ്റ്റ്യന്റെ സോഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് എന്തുകൊണ്ടാണ് ഇവർ ഓപ്ഷൻ എ ആൻസർ കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു സീഡോ എഗ്രിമെന്റ് പ്രകാരം സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാവിധ വിവേചനങ്ങളും ഒഴിവാക്കണം. അതിൽ എന്തൊക്കെ പെടില്ല എന്നുള്ളത് എവിടെയും കണ്ടു കിട്ടിയിട്ടില്ല. ഗവൺമെന്റ് റെക്കോർഡ്സുകളോ കാര്യങ്ങളിലോ ഒന്നും കാണുന്നില്ല. ഇത് ക്വസ്റ്റ്യൻ എടുത്തിട്ട ക്വസ്റ്റ്യൻ കർത്താവ് ഏത് റിസോഴ്സിനെ അവലംബിച്ചിട്ടാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് മൂപ്പർക്ക് അത് കിട്ടിയതുള്ളതിനൊക്കെ പറ്റിയ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. സോ PSCയുടെ ഉത്തര സൂചിയിൽ ഓപ്ഷൻ എ ആണ്. അതിൽ തിരുത്താനൊന്നും തയ്യാറായിട്ടില്ല. സോ ഓപ്ഷൻ എ നമുക്ക് എന്താക്കാം, ആൻസർ ആക്കി വെക്കാം. ഇതൊക്കെ പിന്നെ അങ്ങനെ ആർക്കും കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഈവൻ UPSC ആസ്പിറൻസിന് പോലും ഒന്നും ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത 61 ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ കോർ വാല്യൂസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? എഫിഷ്യൻസി, ഇക്വിറ്റി, ബ്യൂറോക്രസി, എഫക്റ്റീവ്നെസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ വരുന്നത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കോർ വാല്യൂല് ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി ബ്യൂറോക്രസി ആണ്. ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കോർ വാല്യൂസ് EEE ആണ്. എഫിഷ്യൻസി, ഇക്വിറ്റി ആണ്, എഫക്റ്റീവ്നെസ്. സോ ഓപ്ഷൻ സി. കൂടുതലായിട്ട് എലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ആധികാരികമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ. എൻട്രോപ്പി ഈസ് എ ലോ ഓഫ് നാച്ചർ ഇൻ വിച്ച് ഓൾ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ move towards disorganization and death, continuous improvement, growth and continuity, rebirth and emergency. ഇതും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു നിയമത്തിന്റെ ഈ എൻട്രോപ്പി ഓഫ് എ ലോ എന്ന് പറഞ്ഞാൽ ഒരു നിയമത്തിന്റെ അത്യന്തിക ലക്ഷ്യം. അത്ര മാത്രം മനസ്സിലാക്കിയത് അപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് എൻട്രോപ്പി ഓഫ് എ ലോ? ഒരു നിയമപ്രകാരം എല്ലാ സ്ഥാപനങ്ങളും എന്തിനു വേണ്ടി ശ്രമിക്കണം? എന്തിനു വേണ്ടിയിട്ടാ? ഓക്കെ, ഓപ്ഷൻ ബി അങ്ങനെ കൂട്ടുന്ന ഓപ്ഷൻ ബിയും സിയും നമുക്ക് കൺഫ്യൂഷൻ ആവും. സോ ആൻസർ ഇത് ആക്ച്വലി PSC പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ സൈറ്റിൽ നിന്ന് കോപ്പി അടിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ സി ഗ്രോത്ത് ആൻഡ് കണ്ടിന്യൂറ്റി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. സോ എൻട്രോപ്പി ഓഫ് ലോ ഒരു നിയമത്തിന്റെ അത്യന്തിക ലക്ഷ്യം എല്ലാ സ്ഥാപനങ്ങളെയും, എല്ലാ സാമൂഹിക സാമ്പത്തിക സ്ഥാപനങ്ങളെയും ഗ്രോത്തിലേക്കും കണ്ടിന്യൂറ്റിയിലേക്കും നയിക്കുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, മുന്നോട്ട്. ഇപ്പൊ എൻട്രോപ്പി ഓഫ് ലോ ഒക്കെ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പഠിക്കാവുന്ന കാര്യം കൂടിയാണ്. ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കൂളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു തവണ അത് വായിച്ചു പോയ ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യൻ. അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ the residuary powers are vested in the states, the center, the states and union territories, be equally divided between center and states. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം റെസിഡ്യൂറി പവർ ആർക്കാണ്? നമ്മൾ പറഞ്ഞ യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകർ ലിസ്റ്റിലും പെടാത്ത പുതുതായിട്ടൊരു സാധനം വന്നു കഴിഞ്ഞാൽ അതിന് പറഞ്ഞ പേരാണ് റെസിഡ്യൂറി പവർ അല്ലെങ്കിൽ റെസിഡ്യൂറി സബ്ജക്ട്. അവശിഷ്ട അധികാരം എന്ന് പറയും. അതാർക്കാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രലാണ്. സോ റെസിഡ്യൂറി പവർ വിത്ത് സെൻട്രൽ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ഒരു കാരണവശാലും മുടക്കരുത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം ജോഗ്രഫിന്ന് ഹിസ്റ്ററി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പേപ്പർ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ 20 ക്വസ്റ്റ്യൻസും പബ്ലിക് അഡ്മിനിസ്ട്രേഷന് 10 ക്വസ്റ്റ്യൻസും ആണ്. ഒരു സിംഗിൾ സബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഹിസ്റ്ററി ആൻഷ്യന്റ് ഹിസ്റ്ററിന്ന് 10,
മോഡേൺ കേരളയിൽ 10, പ്രീ മോഡേൺ കേരളയിൽ 10, വേൾഡ് ഹിസ്റ്ററിയിൽ 10, ഇതിനൊക്കെ 10 പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് മാത്രം 20 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയാത്ത ടോപ്പിക്കാണ്. മാത്രമല്ല പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്സാമിനും ഉപകാരപ്പെടുകയും ചെയ്യും. ഏതൊരു എക്സാമിനും 10 ക്വസ്റ്റ്യൻസും അറ്റ്ലീസ്റ്റ് ഭരണഘടന ഉണ്ടാവും. അപ്പൊ നമ്മുടെ കേസിന്റെ ക്ലാസ്സുകളിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് നിങ്ങൾ ചെയ്യാൻ പാടില്ല, മിസ്സാക്കാൻ പാടില്ല. ഓക്കെ.